ലോഗോസ് ക്വിസ് 2025 എഫേസസ് 3 അധ്യായം മാതൃകാ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. വിശുദ്ധ പൗലോസ് എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 3 അധ്യായത്തിലെ പ്രധാന ശീർഷകങ്ങൾ. ഉത്തരം: വിജാതിയരുടെ അപ്പസ്തോലൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം. ചോദ്യം 2. വിശുദ്ധ പൗലോസ് എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 3 അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ? ഓപ്ഷൻ എ 24, ബി 31, സി 21, ഡി 22. ഉത്തരം സി 21. ചോദ്യം 3. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 3 അധ്യായ ആരംഭത്തിൽ ആരെയാണ് വിജാതിയർ എന്ന് സൂചിപ്പിക്കുന്നത്? എ പരിച്ഛേദിതരെ, ബി അപരിച്ഛേദിതരെ, സി എഫേസോസുകാരെ, ഡി അവിശ്വാസികളെ. ഉത്തരം സി എഫേസോസുകാരെ. ചോദ്യം 4. വിജാതിയരായ എഫേസോസുകാർക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ പ്രതി പൗലോസ് ആരായി തീർന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്? എ തടവുകാരൻ, ബി അപ്പസ്തോലൻ, സി പാപമോചകൻ, സി പ്രാസംഗികൻ. ഉത്തരം എ തടവുകാരൻ. ചോദ്യം 5. തടവുകാരനായി തീർന്ന പൗലോസ് എന്ത് കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് എഫേസസുകാർ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്? എ വചനം, ബി ദൈവകൃപ, സി രക്ഷ, ഡി കൃപയും വരവും. ഉത്തരം ബി ദൈവകൃപ. ചോദ്യം 6. ഞാൻ മുമ്പ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ ഡാഷ് വഴിയാണ് രഹസ്യം എനിക്കറിവായത്. പൗലോസ് ശ്ലീഹായ്ക്ക് രഹസ്യം എന്തുവഴി അറിവായി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എ കരുണ, ബി ദൈവകൃപ, സി സമൃദ്ധി, ഡി വെളിപാട്. ഉത്തരം ഡി വെളിപാട്. ചോദ്യം 7. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഴുതുന്നത് വായിക്കുമ്പോൾ എഫേസസുകാർ തനിക്ക് ലഭിച്ചിരിക്കുന്ന ഏതു കാര്യം മനസ്സിലാകുമെന്നാണ് പ്രത്യാശിക്കുന്നത്? എ ദൈവത്തിൻ്റെ കൃപാവര അനുഗ്രഹം, ബി ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച, സി രക്ഷ, ഡി കൃപയും വരവും. ഉത്തരം ബി ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച. ചോദ്യം 8. ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച പരിശുദ്ധാത്മാവിനാൽ ആർക്കൊക്കെ കൂടി വെളിപ്പെട്ടിരിക്കുന്നുവെന്നാണ് എഫേസസ് 3:5 ശ്ലീഹ സൂചിപ്പിക്കുന്നത്? എ പരിച്ഛേദിതർക്ക്, ബി എഫേസസുകാർക്ക്, സി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശുദ്ധർക്ക്, ഡി വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും. ഉത്തരം ഡി വിശുദ്ധരായ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും. ചോദ്യം 9. ക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച വെളിപ്പെട്ടിട്ടില്ലാത്തത് ആർക്കെന്നാണ് എഫേസസ് 3:5 ശ്ലീഹ സൂചിപ്പിക്കുന്നത്? എ അപരിച്ഛേദിതർക്ക്, ബി വിജാതിയർക്ക്, സി മറ്റു തലമുറകളിലെ മനുഷ്യർക്ക്, ഡി അവിശ്വാസികളായി കഴിയുന്നവർക്ക്. ഉത്തരം സി മറ്റു തലമുറകളിലെ മനുഷ്യർക്ക്. ചോദ്യം 10. വിശുദ്ധരായ അപ്പസ്തോലർക്കും പ്രവാചകർക്കും ലഭിച്ച വെളിപാടനുസരിച്ച് വിജാതിയർക്ക് ലഭിച്ചിരിക്കുന്നതായി പൗലോസ് വ്യക്തമാക്കുന്ന 3 കാര്യങ്ങളിൽ ഉൾപ്പെടാത്തവ ഏത്? എ കൂട്ടവകാശികൾ, ബി ഒരേ ശരീരത്തിൻ്റെ അംഗങ്ങൾ, സി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സമ്പന്നത, ഡി സുവിശേഷത്തിലൂടെ യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകൾ. ഉത്തരം സി സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സമ്പന്നത.
ചോദ്യം 11. വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാകാൻ സാധിച്ചതിന് കാരണം എന്തെന്നാണ് എഫേസ്യസ് 3:7 രേഖപ്പെടുത്തുന്നത്? എ. ദൈവത്തിൻ്റെ കരുണ. ബി. ദൈവത്തിൻ്റെ കൃപാവരം. സി. സമൃദ്ധി. ഡി. വെളിപാട്. ഉത്തരം ബി. ദൈവത്തിൻ്റെ കൃപാവരം. ചോദ്യം 12. വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരനായ പൗലോസ്ലീഹായ്ക്ക് ലഭിച്ച വരങ്ങളിൽ ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ സമ്പന്നതയെക്കുറിച്ച് ആരോട് പ്രസംഗിച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നത്? എ. വിശ്വാസികളോട്. ബി. എഫേസോസുകാരോട്. സി. വിജാതീയരോട്. ഡി. വരം ലഭിച്ചവരോട്. ഉത്തരം സി. വിജാതീയരോട്. ചോദ്യം 13. സകലത്തിനെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാൻ ഉതകുന്ന വരം ആർക്കാണ് നൽകപ്പെട്ടത്? എ. എഫേസോസുകാർക്ക്. ബി. പൗലോസിന്. സി. പരിച്ഛേദിതർക്ക്. ഡി. പുത്രന്. ഉത്തരം ബി. പൗലോസിന്. ചോദ്യം 14. സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ എന്ത് വെളിപ്പെടുത്തി കൊടുക്കാനാണ് ദൈവത്തിൽ യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യം മനസ്സിലാക്കാനുള്ള വരം ദൈവം തനിക്ക് നൽകിയതെന്ന് പൗലോസ്ലീഹ വ്യക്തമാക്കുന്നത്? എ. ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം. ബി. ദൈവത്തിൻ്റെ കൃപ. സി. കൃപയിലൂടെ ജ്ഞാനം. ഡി. ദൈവത്തിൻ്റെ അനന്തമായ ശക്തി. ഉത്തരം എ. ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം. ചോദ്യം 15. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് എന്തൊക്കെ ലഭിക്കുമെന്ന സൂചനകളാണ് വിശുദ്ധ പൗലോസ്ലീഹ നൽകുന്നത്? എ. സമാധാനം, ദൈവരാജ്യം. ബി. ആത്മധൈര്യം, സമാധാനം. സി. ആത്മധൈര്യം, ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ. ഡി. ദൈവരാജ്യം, നിത്യജീവനിലേക്കുള്ള പ്രത്യാശ. ഉത്തരം സി. ആത്മധൈര്യം, ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശ. ചോദ്യം 16. എഫേസോസുകാർക്ക് വേണ്ടി സഹിക്കുന്ന പീഡകൾ പ്രതി അവർ എന്ത് അനുഭവിക്കരുതെന്നാണ് സ്ലീഹ അഭ്യർത്ഥിക്കുന്നത്? എ. ഹൃദയവ്യഥ. ബി. മനോവേദന. സി. പീഡകൾ. ഡി. ദുരിതം. ഉത്തരം എ. ഹൃദയവ്യഥ. ചോദ്യം 17. എഫേസോസുകാർക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി അവർ ഹൃദയവ്യഥ അനുഭവിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്ന സ്ലീഹ അവരുടെ മഹത്വമായി രേഖപ്പെടുത്തുന്നത് എന്താണ്? എ. ക്രിസ്തു സുവിശേഷം. ബി. സഹനങ്ങളുടെ ശക്തി. സി. പൗലോസിൻ്റെ പീഡനങ്ങൾ. ഡി. പൗലോസിൻ്റെ സഹനങ്ങൾ. ഉത്തരം സി. പൗലോസിൻ്റെ പീഡനങ്ങൾ. ചോദ്യം 18. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ സ്ലീഹ ആരുടെ മുൻപിലാണ് മുട്ടുകൾ മടക്കുന്നതെന്ന് പറയുന്നത്? എ. പിതാവിൻ്റെ. ബി. പുത്രൻ്റെ. സി. ക്രിസ്തുവിൻ്റെ. ഡി. ജനത്തിൻ്റെ. ഉത്തരം എ. പിതാവിൻ്റെ. ചോദ്യം 19. ഡാഷ് എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു. പൂരിപ്പിക്കുക. എ. സ്വർഗത്തിലും പാതാളത്തിലുമുള്ള. ബി. ആകാശത്തിലും ഭൂമിയിലുമുള്ള. സി. ഭൂലോകം മുഴുവനിലുമുള്ള. ഡി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള. ഉത്തരം ഡി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള. ചോദ്യം 20. ക്രിസ്തുവിൻ്റെ സ്നേഹം വിവരിക്കുന്ന സ്ലീഹ അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം തൻ്റെ ആത്മാവിലൂടെ എന്തിനെ ശക്തിപ്പെടുത്തണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്? എ. മനുഷ്യ മനസ്സിനെ. ബി. ആത്മാവിനെ. സി. ആന്തരിക മനുഷ്യനെ. ഡി. ആന്തരിക ശക്തിയെ. ഉത്തരം സി. ആന്തരിക മനുഷ്യനെ. ചോദ്യം 21. ക്രിസ്തുവിൻ്റെ സ്നേഹം വിവരിക്കുന്ന സ്ലീഹ അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം തൻ്റെ ആത്മാവിലൂടെ
ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിശ്വാസം വഴി ക്രിസ്തു എവിടെ വസിക്കണമെന്നാണ് രേഖപ്പെടുത്തുന്നത്. എ. മനസ്സിൽ, ബി. ഹൃദയങ്ങളിൽ, സി. ഉന്നതങ്ങളിൽ, ഡി. ആത്മാവിൽ. ഉത്തരം ബി. ഹൃദയങ്ങളിൽ. ചോദ്യം 22. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ എഫേസസുകാർക്ക് ആരോടൊപ്പം ശക്തി ലഭിക്കട്ടെ എന്നാണ് ശ്ലീഹ അനുഗ്രഹിക്കുന്നത്? എ. വിശുദ്ധരോടൊപ്പം, ബി. പിതാക്കന്മാരോടൊപ്പം, സി. പൗലോസിനോടൊപ്പം, ഡി. ആത്മാവിനൊപ്പം. ഉത്തരം എ. വിശുദ്ധരോടൊപ്പം. ചോദ്യം 23. അറിവിനെ അതിശയിക്കുന്നത് എന്തെന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്? എ. സ്നേഹത്തിൻ്റെ പൂർണ്ണത, ബി. ക്രിസ്തുവിൻ്റെ സ്നേഹം, സി. കൃപാവരങ്ങൾ, ഡി. ഐക്യം. ഉത്തരം ബി. ക്രിസ്തുവിൻ്റെ സ്നേഹം. ചോദ്യം 24. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഗ്രഹിക്കുക വഴി നാം എന്തിനാൽ പൂരിതമാകാൻ ഇടയാകട്ടെ എന്നാണ് ശ്ലീഹ പ്രത്യാശിക്കുന്നത്? എ. വചനത്തിൽ, ബി. കൃപാവരത്തിൽ, സി. ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്താൽ, ഡി. ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ. ഉത്തരം ഡി. ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ. ചോദ്യം 25. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് ഡാഷ് യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. പൂരിപ്പിക്കുക. എ. ലോകത്തിലും, ബി. സ്വർഗത്തിലും, സി. സഭയിലും, ഡി. ഭൂമിയിലും. ഉത്തരം സി. സഭയിലും. ചോദ്യം 26. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അധ്യായം വാക്യം. എ. എഫേസസ് 3:20-21, ബി. എഫേസസ് 3:19-20, സി. എഫേസസ് 3:15-16, ഡി. എഫേസസ് 3:14-15. ഉത്തരം എ. എഫേസസ് 3:20-21. ചോദ്യം 27. വിജാതീയരുടെ അപ്പസ്തോലൻ ഏത് വചനഭാഗം? എ. എഫേസസ് 3:1-20, ബി. എഫേസസ് 3:14-21, സി. എഫേസസ് 3:15-20, ഡി. എഫേസസ് 3:1-13. ഉത്തരം ഡി. എഫേസസ് 3:1-13.